മരിക്കുന്ന സമയത്ത് ദാഹം തീർന്നവരായിട്ട് മരിക്കാൻ ആഗ്രഹമുള്ളവരെന്ന് കൈവക്കും. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിൽ ഒരു സൂറത്ത് എല്ലാ ദിവസവും ഓതിയാ മതിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരധ്യായം, അത് എന്തായാലും മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അറിയാം. ഈ സദസ്സിൽ മദ്രസയിൽ പഠിക്കുന്ന 3-ാം ക്ലാസ് മുതൽ പഠിക്കുന്ന ഏത് വിദ്യാർത്ഥിക്കും അറിയുന്ന ഒരു സൂറത്ത്. ആ സൂറത്ത് എല്ലാ ദിവസവും ഓതിയാൽ ദാഹം തീർന്നവരായിട്ട് മരിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് സൂറത്ത് പറഞ്ഞുതരട്ടെ വേണോ? അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് സൂറത്ത് പഠിക്കാം. ഓതുവല്ലേ? സൂറത്തു യാസീൻ. സൂറത്ത് യാസീൻ ഓതാനറിയില്ലേ? സൂറത്തു യാസീൻ തൽക്ഷണം ഓതേണ്ടതാ, ദാഹങ്ങളെല്ലാം തീർന്നതായി മരിക്കുന്നതാ. സൂറത്തു യാസീനിന് 12 പ്രതിഫലമുണ്ട്. ആ 12 പ്രതിഫലത്തിൽപ്പെട്ട പ്രതിഫലമാണ് സൂറത്തു യാസീൻ എല്ലാ ദിവസവും ഓതുന്ന മനുഷ്യന് ദാഹം തീർന്നവരായി മരിക്കാൻ കഴിയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇന്ന് വീട്ടിൽ പോയിട്ട് ഓതിയിട്ടേ കിടക്കാം, കാരണം നേരം വെളുക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി മരിച്ചാലും ഇൻഷാ അല്ലാഹ് യാസീൻ ഓതിയിട്ട് കിടന്നുറങ്ങുക, പോയാൽ നല്ലതുപോലെ പോകാം. അള്ളാഹു ആയുസ് തരുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, നബി, ആ രഹസ്യം എന്താണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനതാ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതി കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. അല്ലാഹുവിനെ മാത്രം അറിയുന്ന 5 രഹസ്യങ്ങളെ കുറിച്ച് ഖുർആൻ പറയുകയാണ്. ഒന്നാമത്തെ രഹസ്യം എന്തെന്നറിയുമോ? ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ. ഈ ലോകം അവസാനിക്കുന്നതെന്നാണ്, ഈ പ്രപഞ്ചം മുഴുവനും ഒരു ദിവസം തകർന്ന് തരിപ്പണമാകുമെന്ന് നിരീശ്വരവാദികൾ പോലും വിശ്വസിക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതൊരു വെള്ളിയാഴ്ച ദിവസമാണെന്ന് പറയാനേ നമുക്ക് കഴിയൂ. അതിന്റെ അടയാളങ്ങൾ പറഞ്ഞു തരാനേ നമുക്ക് കഴിയൂ. പക്ഷേ ഏത് വർഷം, ഏത് മാസം, ഏത് അവസാനമാണോ, നടുവിലാണോ, ആദ്യത്തെ വെള്ളിയാഴ്ചയാണോ, ഏത് വെള്ളിയാഴ്ചയാണ് ലോകം അവസാനിക്കുന്നതെന്ന് പ്രവചിക്കാൻ അല്ലാഹുവിന്റെ ഈ പ്രപഞ്ചത്തില് അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ രണ്ടാമതായി പറയുകയാണ്, വയുനസ്സിലുൽ ഗൈസ. എപ്പോഴാണ് മഴ പെയ്യുന്നത്? ആകാശത്തിന്റെ വിരിമാലിൽ നിന്ന് ഭൂമിയിലേക്ക് മഴത്തുള്ളികൾ പെയ്തിറങ്ങുന്നത് എപ്പോഴാണ്? എന്റെ പ്രിയമുള്ളവരെ, പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാനല്ലാതെ ഇന്ന സമയത്ത് മഴ പെയ്യുമെന്ന് പ്രവചിക്കാൻ അല്ലാഹുവിനല്ലാതെ മറ്റൊരു മഖ്ലൂഖിനും കഴിയില്ല എന്ന് ഖുർആൻ പറയുമ്പോ, മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വയഅലമു മാ ഫിൽ അർഹാം. ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞുണ്ടല്ലോ, അതാണാണോ പെണ്ണാണോ, അവന് കൈയുണ്ടോ, കാലുണ്ടോ, കണ്ണുണ്ടോ, കരളുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, 3 മാസം കഴിഞ്ഞാലല്ലേ ശാസ്ത്രത്തിന് പറയാൻ കഴിയൂ. അതിനു മുമ്പ് ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് പ്രവചിക്കാൻ അല്ലാഹുവിനല്ലാതെ മറ്റൊരു മഖ്ലൂഖിനും കഴിയില്ല. നാലാമതായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. ഒരു മനുഷ്യന് അടുത്ത സെക്കൻഡിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പറയാൻ ഈ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് അടുത്ത സെക്കൻഡിൽ എന്താണ് സംഭവിക്കുന്നത് എനിക്കെന്ന് വഅദ് പറയാൻ കഴിയുമോ? ഇവിടെന്ന് പിരിഞ്ഞു പോകാൻ കഴിയുമോ? ഈ വഅദിന് വന്ന നിങ്ങൾക്ക് ഇവിടെന്ന് മടങ്ങാൻ കഴിയുമോ? ഒരു മനുഷ്യന് സംഭവിക്കുന്നത് എന്താണെന്ന് പറയാൻ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയില്ല. അഞ്ചാമതായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വമാ
തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ഈ സദസ്സിലിരിക്കുന്ന ഒരു മനുഷ്യൻ എപ്പോഴെവിടെ കിടന്നാണ് മരിക്കുന്നത്? എങ്ങനെയാണ് മരിക്കുന്നത്? എവിടെയാണ് ഖബറടക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണോ, ദുആ ചെയ്യുന്ന സമയത്താണോ, ഇറങ്ങി പോകുന്ന സമയത്താണോ, വാഹനത്തിൽ സഞ്ചരിക്കുന്ന സമയത്താണോ, നട റോഡിൽ കിടന്നാണോ, അതോ ബെഡ്റൂമിനകത്ത് കിടന്നാണോ, നിസ്കാരപ്പായിക്കകത്ത് കിടന്നാണോ? ഒരു മനുഷ്യന്റെ മരണം എപ്പോഴെവിടെ വെച്ചാണ് നടക്കുന്നതെന്ന് പറയാറ് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന് ഖുർആൻ പറയുമ്പോ ചിലർക്ക് മരണം അടുത്തറിയാൻ കഴിയും, ചിലരുടെ മരണസമയം അടുത്തു എന്ന് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു അടയാളങ്ങൾ കാണിച്ചു കൊടുക്കും, അവർക്കല്ലാതെ അത് അറിയില്ല എന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, മരണമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഒരു ദിവസം എന്തായാലും ഞാനും നിങ്ങളും മരിക്കുമല്ലോ. മരിക്കുമെന്ന കാര്യത്തിൽ ഒരു മഖ്ലൂഖിനും സംശയമില്ല. കാരണം എല്ലാവർക്കും അറിയാം ഒരു ദിവസം ഞാനും നിങ്ങളും മരിക്കുമെന്ന്. കാരണം മരിക്കുമെന്ന് പറഞ്ഞതാരാ? അല്ലാഹു തന്നെയാ പറഞ്ഞത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാവരും മരണത്തിന്റെ രുചിയുണ്ടല്ലോ. എല്ലാവരും മരണം അനുഭവിക്കേണ്ടവരാണ്. ആ മരണത്തിന്റെ രുചി അനുഭവിക്കേണ്ടവരാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല, ഏത് സമയത്ത് ഏതവസ്ഥയിലാണ് വരുന്നതെന്നറിയില്ല. പക്ഷേ എപ്പോഴെവിടെ വെച്ച് മരണം കടന്നു വന്നാൽ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ഒരു മനുഷ്യൻ യഥാർത്ഥ വിജയിയാകുന്നത് എപ്പോഴെന്നറിയുവോ? ഒരു മനുഷ്യൻ യഥാർത്ഥ വിജയിയാകുന്നത് എപ്പോഴെന്നറിയുവോ? നാട്ടുകാര് കൂടെ നടക്കുമ്പോഴല്ല, വലിയ പ്രവാസകനാകുമ്പോഴല്ല, നിസ്കാര തഴമ്പുണ്ടാകുമ്പോഴല്ല, ഹജ്ജ് ചെയ്യുന്ന സമയത്തല്ല, ഉംറ ചെയ്യുന്ന സമയത്തല്ല. ഒരു മനുഷ്യൻ ഏറ്റവും വലിയ വിജയിയാകുന്നത് എപ്പോഴെന്നറിയുവോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുൽസിഅ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഒരു മനുഷ്യൻ ഏറ്റവും വലിയ വിജയിയാകുന്നത് എപ്പോഴാണ്? വിജയിയാകുന്നതെന്ന് പറയാൻ കഴിയുമോ? എന്റെ പ്രിയമുള്ളവരെ, മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ പടച്ചവനെ ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്നിട്ട് റൂഹ് പിടിച്ചവന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ ആ സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിയുന്നുണ്ടോ? ആർക്കാണോ അത് പറയാൻ കഴിയുന്നത്, അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിജയം. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ യഥാർത്ഥ വിജയിയാകുന്നത് അവന്റെ അവസാനം നന്നാക്കുമ്പോഴല്ല, അല്ലാതെ ആള് കൂടെ നടക്കുമ്പോഴല്ല, പണം കിട്ടുമ്പോഴല്ല, വീട് കിട്ടുമ്പോഴല്ല, ഹജ്ജ് ചെയ്യുമ്പോഴല്ല. ഒരു മനുഷ്യൻ യഥാർത്ഥമായി അവൻ യഥാർത്ഥ വിജയിയാകുന്നത് അവന്റെ അവസാനം മനോഹരമാക്കുമ്പോഴാണ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മുഖത്ത് നോക്കി അറിയാം ഇവൻ വിജയിയാണോ പരാജയപ്പെട്ടവനാണോ. അള്ളാഹു വിജയിച്ചവരിൽ പെടുത്തുമാറാകട്ടെ, അള്ളാഹു വിജയിച്ചവരിൽ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മരണം എപ്പോ എവിടെ വെച്ചാ വരണമെന്നറിയില്ല. ഞാൻ ഇന്നലെ ജുമയ്ക്ക് വേണ്ടി എന്റെ പള്ളിയിലേക്ക് പോകുമ്പോൾ
ഞാൻ ജുമയ്ക്ക് പള്ളിയിലേക്ക് പോകുമ്പോൾ 2 ചെറുപ്പക്കാർ എൻ്റെ ബൈക്ക് പാഞ്ഞു കയറിപ്പോ എൻ്റെ വണ്ടിയെ ഓവർടേക്ക് ചെയ്തിട്ട് അവർ വണ്ടി കയറിപ്പോയി. എതിരെ വന്ന ഒരു കുടുംബത്തിലെ 2 ചെറുപ്പക്കാർ, ജ്യേഷ്ഠനും മനുഷ്യനും, അള്ളാഹുവെ കണ്ണിന്റെ മുന്നിൽ ഇന്നോവ ഇടിച്ച് ലോറിയുടെ അടിയിൽ വീണിട്ട് അള്ളാഹുവെ കുടൽമാല വരെ വെളിയിൽ വീഴുന്ന അവസ്ഥയിൽ കിടന്നു മരിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ. വീട്ടിൽ നിന്ന് വളരെ സന്തോഷത്തോടുകൂടി ഇറങ്ങിപ്പോയി 2 ചെറുപ്പക്കാർ. എന്റെ പ്രിയമുള്ളവരെ, എപ്പോ എവിടെ വെച്ചാ വരണമെന്നറിയില്ല, പക്ഷേ എപ്പോ എവിടെ വെച്ച് വന്നാലും അള്ളാഹു മനോഹരമാക്കി തരുമാറാകട്ടെ. അള്ളാഹു മനോഹരമാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമുക്കറിയാം ഒരു ദിവസം നമ്മൾ എല്ലാവരും മരിക്കും. നമ്മുടെ വാപ്പ പോയതുപോലെ, നമ്മുടെ ഉമ്മ പോയതുപോലെ, നമ്മുടെ കുടുംബക്കാര് പോയതുപോലെ നമ്മൾ ഒരു ദിവസം പോകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ എല്ലാവരും പറയും എല്ലാവർക്കും മരണത്തിന് പേടിയാണ്, എല്ലാവർക്കും മരിക്കാൻ പേടിയാണ്. ചിലര് പറയും പേടിയൊന്നുമില്ല, വെറും നാവ് കൊണ്ടേ പറയട്ടെ, എനിക്കും മരണത്തിന് പേടിയില്ല എന്ന് നമ്മളൊക്കെ നാവ് കൊണ്ട് പറഞ്ഞാലും നമുക്ക് മരിക്കാൻ പേടിയാ. എങ്കിൽ എന്തിനാ മരണത്തിന് ഇത്ര ഭയപ്പെടുന്നത്? എന്തിനാ നിങ്ങൾ മരണത്തെ ഇത്ര ഭയപ്പെടുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? മരണം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? തുഹ്ഫത്തുൽ മുഅ്മിനിൽ മൗത്ത് ഖാല നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരണം എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്റെ അടിമയ്ക്ക് കൊടുക്കുന്ന സമ്മാനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സമ്മാനം വാങ്ങുമ്പോൾ ആരെങ്കിലും കരയോ? പറമശമാരെ കരയോ? ഇനി കരഞ്ഞാലും അത് സന്തോഷത്തിന്റെ കണ്ണുനീരല്ലേ? മരിക്കണന്റെ സമ്മാനം വാങ്ങുന്ന സമയത്ത് ഒരാളുടെ കണ്ണ് നിറഞ്ഞാലും അത് സന്തോഷത്തിന്റെ കണ്ണുനീരാ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മരണം അള്ളാഹു തരുന്ന സമ്മാനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു സമ്മാന പൊതി പോലെ മരണം വാങ്ങാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ കാണാം, ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം കടന്നു ചെന്നു. എന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, അള്ളാഹു നിനക്കൊരു ഓഫർ തന്നിട്ടുണ്ട്. അള്ളാഹു നിനക്കൊരു ഓഫർ തന്നിട്ടുണ്ട്. എന്താ ഓഫർ? നിന്റെ വല്ല ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിച്ചതിന് ശേഷമേ റൂഹ് പിടിക്കാവൂന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നിനക്ക് വല്ല ആഗ്രഹമുണ്ടോ എന്ന് അസ്റായീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യനോട് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറയാ, 40 കൊല്ലമായിട്ട് നീ എപ്പോഴാ വരുന്നേന്ന് പറഞ്ഞിട്ട് ഞാൻ കാത്തിരിക്കാം. 40 വർഷമായിട്ട് നീ എപ്പോഴാ വരുന്നതാണ് നോക്കാൻ തുടങ്ങിയിട്ട്, കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 40 കൊല്ലമായി. എനിക്ക് ഒരു ആഗ്രഹമില്ല, പിടിച്ചോ. അല്ലാഹുവേ പടച്ചോനെ, അസ്റായീൽ അലൈഹിസ്സലാം പിന്നെയും ചോദിച്ചു, നിങ്ങൾക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറ. അല്ലാഹു പറഞ്ഞല്ലേ ഒന്നും ഇല്ലാന്ന്, പിടിച്ചോളാം. പിന്നെയും ചോദിച്ചു, വല്ല ആഗ്രഹം ഉണ്ടോ? അപ്പൊ പറഞ്ഞു, അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ 2 റക്അത്ത് ഉളു എടുത്തിട്ട് നിസ്കരിക്കാം. 2ാമത്തെ റക്അത്തിന്റെ സുജൂദി കിടക്കുമ്പോ പിടിച്ചോ. അല്ലാഹു ആ മനുഷ്യൻ അങ്ങനെ മരണം തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ ഈ സദസ്സിൽ വഅദുണ്ടാകും. ചിലപ്പോൾ പറയാൻ ഞാനുണ്ടാകൂല, ചിലപ്പോൾ കേൾക്കാൻ നിങ്ങളുണ്ടാകില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉണ്ടാകുമോ? ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഉണ്ടാകുമോ ഇല്ലയോ നമുക്കറിയത്തില്ല. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ മരണം അടുത്തോ എന്നറിയാൻ വല്ല വഴിയുണ്ടോ? സ്ക്രീനിൽ നോക്കാതെ ഇങ്ങോട്ട് നോക്കുക ആക്കാമാരെ. ഞാൻ 6 അടി നീളത്തിൽ ഇവിടെ നിൽക്കണം, എല്ലാവരും സ്ക്രീനിലോട്ടാണ് നോക്കണം. എന്നെ എവിടെ നിന്നാലും കാണാൻ അത്രയ്ക്ക് ഹൈറ്റ് അല്ലേ? അള്ളാഹുവിന് ഇഷ്ടമുള്ളവർക്ക് അള്ളാഹു ഹൈറ്റ് ഇങ്ങനെ കൊടുക്കുന്ന അള്ളാഹു മുകളിലോട്ട് ഇങ്ങനെ. മനുഷ്യന്മാരെ, ഒരു മനുഷ്യന്റെ മരണം അടുത്തോ എന്നറിയാൻ വല്ല വഴിയുണ്ടോ? നിങ്ങൾക്കൊക്കെ വല്ലവന്റെ മയ്യത്തല്ലേ ഇന്ന് വരെ കൊണ്ടടക്കിയിട്ടുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് പോകാൻ സമയമായോ എന്നറിയാൻ വല്ല വഴിയുണ്ടോ? പറ, ഉണ്ടോ? മരണം അടുത്തു എന്നറിയാൻ വല്ല അടയാളമുണ്ടോ? ഇല്ല. ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് നിങ്ങൾക്ക് മരിക്കാൻ സമയമായോ എന്നറിയാൻ എത്ര അടയാളമുണ്ട്? 3 അടയാളമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അടയാളം ഉണ്ടോന്ന് നോക്കിയിട്ട് പോകാം, അതാണ് നല്ലത്. അടയാളം, ഈ പറയുന്ന 3 അടയാളങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം വന്നിട്ടുണ്ടോ നമുക്ക് പഠിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇപ്പൊ മരണത്തിന്റെ അടയാളം പറഞ്ഞുതരട്ടെ. കേൾക്കാൻ ആഗ്രഹമുള്ളവരുന്ന് കൈപൊക്കിക്ക്. നീ പൊക്കണ്ട, അസ്റായീൽ പൊക്കിക്കോളൂ. നീ കൈ പൊക്കുവോ പൊക്കാതിരിക്കാതെ നിന്റെ ഇഷ്ടം. കൈ പൊക്കലും പൊക്കാതിരിക്കാൻ നിന്റെ ഇഷ്ടം. പക്ഷെ ആര് പൊക്കിയിരിക്കും? നീ എവിടെ പോയാലും അസ്റായീൽ നിന്നെ പൊക്കിയിരിക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അടയാളമൊക്കെ ഞാൻ പറഞ്ഞു തരാം. അടയാളം വന്നിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ പോണം, കോട്ടയ്ക്കൽ പോണം,
ചങ്കോട്ടിയിലെങ്ങാനും പോയിട്ട് നിന്നെ പൊതിയാനുള്ള കഫൻ തുണി നീ തന്നെ വാങ്ങിച്ചോണം. ഇത്ര പറയാനുള്ളത്. അടയാളമൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഈ പറയുന്ന അടയാളങ്ങളിൽ ഏതെങ്കിലും എന്റെ പെങ്ങന്മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഫർദൊന്നും എടുക്കണ്ട, നിന്നെ പൊതിയാനുള്ള കഫൻ തുണി നിന്റെ പൈസ കൊടുത്ത് എന്നെ മേടിച്ചു വെച്ചോ. അതാ ഒന്നാമത്തെ കാര്യം. പൊരുത്തം ചോദിക്കാനുണ്ടെങ്കിൽ പൊരുത്തം ചോദിച്ചോണം, കടം വീട്ടാനുണ്ടെങ്കിൽ കടം വീട്ടിക്കോണം, ആരോടെങ്കിലും യാത്ര പറയാനുണ്ടെങ്കിൽ പറഞ്ഞോണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നേരെ ഇരുന്നിട്ട് അടയാളം ഒന്ന് കേട്ടെ. ഇതിലെ പ്രസവിക്കുന്ന ആശുപത്രി പെണ്ണുങ്ങൾ ഇരിക്കണമായിരിക്കും, അത് നേരെ ഇരുന്നില്ല. മരണത്തിന്റെ അടയാളം കേൾക്കാൻ പോണ നാളെ ഇന്ന് രാത്രി വിട്ടുക, ഇന്ന് രാത്രി ഇസ്രായേൽ വെട്ടിക്കൊണ്ടുപോവാ ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ അടയാളം. ധൈര്യം ഉണ്ടല്ലോ, ധൈര്യം ഉണ്ടല്ലോ, പറ ധൈര്യം ഉണ്ടല്ലോ. ഒന്നാമത്തെ അടയാളം, ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹോദരി, നിങ്ങളുടെ ആരുടെയെങ്കിലും തലയിലെ ഈ കറുത്ത രോമമുണ്ടല്ലോ, നിങ്ങളുടെ താടിയിലെ ഈ രോമമുണ്ടല്ലോ, ആ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഈ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ അപ്പാ നിനക്ക് നീ തന്നെ ഖബറ് കുഴിച്ചിട്ടോ, നിന്റെ മരണത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ അടയാളം എന്താ? ഒന്നാമത്തെ അടയാളം എന്താ? നല്ലതുപോലെ നോക്കിക്കോ, തലയിലും താടിയിലും നല്ലതുപോലെ നോക്കിക്കോ. ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ അത് നിന്റെ ഒടുക്കത്തെ പോക്കിന്റെ അടയാളമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി വെളുക്കാൻ വല്ലതുണ്ടോ? ഞാൻ പുറകോട്ട് നോക്കണില്ല, കാരണം അധികവും വെളുത്തിരിക്കുക. കാരണം എല്ലാവരും ചിലരൊക്കെ താടിയിൽ ഇങ്ങനെ പിടിച്ചു തുടങ്ങി, ഉസ്താദെ വെട്ടാറായി, സമയമായി, എപ്പോ വേണമെങ്കിലും. മനുഷ്യന്റെ മുടി നരയ്ക്കുക അത് മരണത്തിന്റെ അടയാളമാണ്. വേണമെങ്കിൽ നന്നായിക്കോ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഏകദേശം തീരുമാനമായി, വടിച്ചടക്കണ വാപ്പായ്ക്ക് ഏകദേശം ഉറപ്പായി. ഇനി രണ്ട്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിത്യമായിട്ടുള്ള രോഗങ്ങൾ, നിത്യമായിട്ടുള്ള രോഗങ്ങൾ അത് പിന്നെ പറയാനില്ല, ഏകദേശം എല്ലാവർക്കും ഉണ്ട്. എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഇല്ലാത്ത ആരുമില്ല. പ്രഷറുണ്ട്, പണ്ടൊക്കെ ചോദിക്കും എങ്ങനെയാടാ, കാണുമ്പോ സുഖമാണോടാ അങ്ങനെയൊക്കെ ചോദിക്കും. ഇപ്പൊ അങ്ങനെ പ്രഷറുണ്ടോ, ഷുഗറുണ്ടോ, കൊളസ്ട്രോൾ, 2 വിഭാഗം, ഒന്ന് നല്ലത്, ഒന്ന് മോശം. അവസ്ഥ. എന്റെ പ്രിയമുള്ളവരെ, നിത്യമായിട്ടുള്ള രോഗങ്ങൾ അത് മരണത്തിന്റെ അടയാളമാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മൂന്നാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു, പഴയ ആരോഗ്യം നഷ്ടപ്പെടുക. ഓടാൻ വയ്യ, നടക്കാൻ വയ്യ, കുനിയാൻ വയ്യ, ഇരിക്കാൻ വയ്യ, എല്ലാം വേദന, തൊലിയൊക്കെ ചുളുങ്ങി തുടങ്ങി, നെഞ്ചു പിരിച്ച് നടന്നവന് വളഞ്ഞു തുടങ്ങി. അത് മരണത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പൊ ഈ 3 അടയാളത്തിൽ ഏതെങ്കിലും ഒരെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ ഇന്നിവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് കരഞ്ഞ് തൗബ ചെയ്തിട്ട് വേണം പോകാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇനി അടയാളം വന്നില്ല എന്ന് പറഞ്ഞ് ആരും ചിരിക്കണ്ട. ഇത് വേണോന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇത് 3 വേണോന്ന് ഒരു നിർബന്ധവും ഇല്ല. ബൈക്ക് എടുത്തിട്ട് രാവിലെ പള്ളി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും, പിന്നെ നോക്കുമ്പോ ആംബുലൻസിനകത്ത് പെട്ടിക്കകത്ത് വീടിന്റെ മുന്നിൽ കൊണ്ടുവെക്കും. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്ന് അറിയില്ല. എല്ലാവരും വല്ലാത്ത സന്തോഷത്തിലാണ്, എല്ലാവരും ചിരിച്ചു കളിച്ചു വല്ലാത്ത ആനന്ദത്തിലാ. എന്റെ പ്രിയമുള്ളവരെ, കുല്ലും صبه في أهله والموت أدنى من شراك نعله. കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കുന്നത് നല്ലതാ ചെറുപ്പക്കാരാ. ചിരിച്ചും കളിച്ചും സന്തോഷത്തോടെ നടക്കുന്ന ഓരോ മനുഷ്യനുമുണ്ടല്ലോ, അവന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിലേക്ക് നോക്കുന്നത് നല്ലതാ. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, അത് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ അതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹാന്മാര് പറഞ്ഞു തരുമ്പോ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് ചോദിക്കുകയാ, മോശമായ മരണത്തിന്റെ അടയാളമൊന്ന് പറഞ്ഞു തരുവോ നബിയേ?
അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാ, നല്ല മരണത്തിന്റെ അടയാളമെന്ന് പറഞ്ഞു തരുവോ? നല്ല മരണത്തിന്റെ അടയാളമെന്ന് പറഞ്ഞു തരുവോ? മോശമായ മരണത്തിന്റെ അടയാളമെന്ന് പറഞ്ഞു തരുവോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, മോശമായ മരണത്തിന്റെ അടയാളം എന്തെന്നറിയുമോ? മോശമായ മരണത്തിന്റെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുന്നു, സ്വഹാബാ, മോശമായ മരണത്തിന്റെ അടയാളം എന്താ? എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അവിടുന്ന് ഒന്നാമതായി പറയുകയാ, ആ മനുഷ്യന്റെ മുഖത്ത് നിറമങ്ങ് മാറുകയാണ്. പടച്ചവനെ, കാണാൻ സുന്ദരനായിരുന്നു, വല്ലാത്ത സൗന്ദര്യമുള്ള ചെറുപ്പക്കാരനായിരുന്നു. പക്ഷേ മരിച്ചു കിടന്നപ്പം മുഖത്ത് നോക്കാ പേടിയാ, കാരണം വല്ലാതെ നിറം മാറിയിരിക്കുന്നു. അതാ മുഖത്ത് നിറമങ്ങ് മാറിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു വന്ന്, മുഖത്തിന്റെ നിറം മാറലാ, മുഖമങ്ങ് കറുക്കുകയാണ്. രണ്ടാമത്തെ അടയാളം എന്തെന്നറിയുവോ? വായിലൂടെ പതയും നൊരയും ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാ. പടച്ചവനേ, മൂന്നാമത്തെ അടയാളം എന്തെന്നറിയുവോ? മൃഗങ്ങൾ കിടന്ന് മുക്കറയിടുന്നത് പോലെ, മൃഗങ്ങളെ മരിക്കുന്ന സമയത്ത് കിടന്ന് വലിക്കുന്നത് പോലെ ആ മനുഷ്യൻ വലിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നാലാമത്തെ അടയാളം എന്തേ? കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തലാ. മയ്യത്ത് കുളിപ്പിക്കുന്നവർക്കറിയാ, മയ്യത്ത് കുളിപ്പിക്കുന്നവർക്കറിയാ, പടച്ചവനെ, മലമൂത്ര വിസർജനം പോലും നടത്തി പോവുകയാ. അല്ലാഹുവേ, അവന് വല്ലാത്ത ദാഹമാണ്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരുമ്പോ അതിന്റെ കാരണം എന്തെന്നറിയുമോ? എങ്ങനെയാ മലമൂത്ര വിസർജനം നടത്താതിരിക്കുക? എങ്ങനെയാണ് കടന്ന് വിളിച്ചു പോവാതിരിക്കുക? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതാ ഒരിക്കൽ അസുറായിലിനോട് ചോദിക്കുന്നു, അസുറായിലേ, മോശമായ ഒരാളുടെ റൂഹ് പിടിക്കാൻ പോകുന്ന രൂപം എനിക്കൊന്ന് കാണിച്ചു തരുവോ? അസ്രായിൽ പറയുന്ന, നബിയേ, നിങ്ങൾക്കതിന് കഴിയൂല, നിങ്ങളെ കൊണ്ടതിന് കഴിയൂല. അവസാനം അവിടുന്ന് നിർബന്ധിക്കുമ്പോ അല്ലാഹുവേ, അസ്രായിൽ തന്റെ രൂപം അങ്ങ് കാണിച്ചു കൊടുക്കുകയാ. ആകാശം വരെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. നരകത്തിന്റെ തീയവിടത്തെ വായിലൂടെ, കണ്ണിലൂടെ, മൂക്കിലൂടെ ഇങ്ങനെ അതാ കത്തിപ്പടരുകയാ. കാണേണ്ട താമസം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബോധരഹിതനായ വീണു പോവുകയാണ്. ബോധം കെട്ട് വീഴുകയാണ്. അവസാനം ബോധം തിരിച്ചു വന്നപ്പോ അവിടുന്ന് പറയുന്നു, അസുറായിലേ, എന്തിനാ നരകത്തിന്റെ ശിക്ഷ? എന്തിനാ? എന്തിനാ മരണത്തിന്റെ ശിക്ഷ? എന്തിനാ ഖബറിന്റെ ശിക്ഷ? എന്തിനാ? അല്ലാഹുവേ, ഈ ഒരൊറ്റ കാഴ്ച കണ്ടാ തന്നെ മനുഷ്യൻ നശിച്ചു പോകുമല്ലോ. ഈ ഒരു രൂപം മതിയല്ലോ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനുമല്ലോ. അതിനു പകരമായിട്ട് ഈ കാഴ്ചയൊന്നും മതിയല്ലോ. എന്തിനാ വേറെ ശിക്ഷ? എന്തിനാ? ഇബ്രാഹിം നബിയോട് അല്ലാഹു ചോദിച്ചു, ഇബ്രാഹിമേ, മരണം എങ്ങനെയുണ്ടായിരുന്നു? കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ, പടച്ചുറപ്പേ, 365 നരമ്പുകളുണ്ടല്ലോ. അല്ലാഹുവേ, ഒരു നനഞ്ഞ പഞ്ഞിയെടുത്തിട്ട് മുള്ളിന്റെ മുകളിലിട്ടിട്ട് വലിച്ചു പറിക്കുന്നത് പോലെ അല്ലാ, വല്ലാത്ത വേദനയായിരുന്നു റബ്ബേ. അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി കരഞ്ഞുകൊണ്ട് പറയുകയാ, മൂസാ നബിയോട് ചോദിച്ചു, മരണം എങ്ങനെയുണ്ടായിരുന്നു? നാദാ, തിളച്ച എണ്ണയ്ക്കകത്തൊരു ജീവനുള്ള കുരുവിയിട്ട് കരിക്കുന്നത് പോലെയായിരുന്നു റബ്ബേ. മരണത്തിന് വല്ലാത്ത വേദനയാ. പടച്ചവനെ, റസൂലുള്ള പോലും പറഞ്ഞല്ലോ, മരണവേദന സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും കരഞ്ഞുകൊണ്ട് പറയുന്നു, അസുറായിലേ,
അസ്റായിലേ, ഒന്ന് പതുക്കെ പിടിക്കുമോ അസ്റായീൽ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അസ്റായീൽ. ലോകത്തിന്റെ നേതാവ് പോലും കരഞ്ഞു പോയെങ്കിൽ പ്രവാചകൻ അവിടെന്ന് പറയുന്നു മലക്കുൽ മൗത്ത് പോലും കരഞ്ഞു പോകുന്ന രംഗവാ ലോകത്ത്. അല്ലാഹുവേ, ഈ പ്രപഞ്ചം മുഴുവനും തകർന്ന് തരിപ്പണമായി, അല്ലാഹും അസ്റായീലും ബാക്കിയായി. അല്ലാഹു പറയുന്ന അസ്റായീലേ, നീ നിന്റെ റൂഹ് പിടിക്ക അസ്റായീലേ. പടച്ചവനേ, മലക്കുൽ മൗത്ത് സ്വന്തമായിട്ട് റൂഹ് പിടിക്കുകയാ. റൂഹ് പിടിക്കാൻ തുടങ്ങിക്കഴിയുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ, എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല റബ്ബേ. ഈ മരണത്തിന് ഇത്ര വേദനയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ജനങ്ങളുടെ റൂഹ് പിടിക്കുമ്പോ ഞാനൊരു മയം കാണിക്കുമായിരുന്നു. അല്ലാ, മലക്കുൽ മൗത്ത് പോലും കരഞ്ഞുകൊണ്ട് പറയുമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് മലമൂത്ര വിസർജനം നടത്തുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ ഇവിടെന്ന് പറയുകയാ, എങ്ങനെയാണ് പടച്ചുറപ്പിനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ ദുനിയാവിന്റെ തുലിക്ക് മുകളിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ എങ്ങനെയാ വരുന്നതെന്നറിയുമോ? എങ്ങനെയാ മലക്ക് വരുന്നതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 70,000 മലക്കുകളുടെ നേതൃത്വത്തിൽ മലക്കുൽ മൗത്ത് അസ്റായീൽ, 70,000 മലക്കുകളുടെ നേതൃത്വത്തിൽ അതാ മലക്കുൽ മൗത്ത് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ആ കാഴ്ചയുണ്ടല്ലോ, ഇന്നല്ലദീന തതവഫാഹുമുൽ മലായികതു തയ്യിബീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അതാ മലക്കുൽ മൗത്ത് ഇറങ്ങി വരികയാണ്. പടച്ചവരെ, ആ കാഴ്ച കാണുമ്പോഴേ പിടഞ്ഞു വീഴുകയാ. ദുർമാർഗായ മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിനെ വഴിപ്പെടാത്തവനുണ്ടല്ലോ, കാണേണ്ട താമസമെന്ന് പിടഞ്ഞു വീഴുകയാ. എല്ലാരും കാണുമല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറഞ്ഞത്, ഫകശഫിനാ അൻക ഇതാക ഫബസറുക اليوم حديد. ഞാനും നിങ്ങളും നമ്മുടെ കണ്ണുകൊണ്ട് മലക്കുൽ മൗത്തിനെ കാണുമെന്ന് പറഞ്ഞത് അല്ലാഹുവോ? അല്ലാഹയാ പറഞ്ഞത് നമ്മൾ കാണുമെന്ന്. പടച്ചവരെ, മലക്കുകളതാ ഇറങ്ങി വരികയാണ്. ചുറ്റുഭാഗം ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയാണ്. പടച്ചവനെ കണ്ട ഉടനെ പിടഞ്ഞു വീഴുകയാണ്. ശരീരത്ത് കിടന്ന് റൂഹങ്ങ് പിടികൊടുക്കാതെ ഓടുമ്പോ മലക്കുകൾ പറയുന്നു, കല്ലാ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, മലക്കുകൾ പറയുന്നു, നിന്റെ റൂഹ് പിടിക്കാൻ പോവുകയാണ്. ആരെ വേണമെങ്കിലും വിളിക്കണോ, നിന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ ആരെ വേണമെങ്കിലും നീ വിളിച്ചോ. എന്നിട്ടതാ തല്ലിച്ചതച്ചുകൊണ്ട് റൂഹ് പിടിക്കുകയാണ്. ആ സമയമുണ്ടല്ലോ, അല്ലാഹുവേ, മരണത്തിന്റെ രംഗം ഭയാനകമായ രംഗമാ. പടച്ചവരേ, മരണസമയം ഇങ്ങനെ അടുത്ത് വരുമ്പോ അതാ മലക്കുകൾ ആ മനുഷ്യന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ഒന്നാമതായി കൊണ്ടുവന്ന് കാണിക്കുന്നത് എന്തെന്നറിയുമോ? അവന്റെ മക്കളെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാ, അവന്റെ ഭാര്യ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാ, അവന് സമ്പാദിച്ച സമ്പത്ത് മുഴുവനും അവന്റെ കണ്ണിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ്. പടച്ചവര്, എന്റെ മക്കളെ വിട്ടിട്ട് പോകണമല്ലോ, എന്റെ ഭാര്യ ഒറ്റയ്ക്കാക്കിയിട്ട് പോകണമല്ലോ, സമ്പാദിച്ചത് വെച്ചത് മുഴുവനും കളഞ്ഞിട്ട് പോകണമല്ലോ. വല്ലാത്ത ദുഃഖമാ, വല്ലാത്ത ദുഃഖമാ. രണ്ട്
ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അമല് മുഴുവനും സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ കണ്ണിന്റെ മുന്നിൽ മലക്കുകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. പടച്ചവര്, ഞാൻ രക്ഷപ്പെടൂലല്ലോ അല്ലാ, ഞാൻ നശിച്ചു പോയല്ലോ അല്ലാ. മരണസമയം അവനെ തിരിച്ചറിയുകയാണ്. പടച്ചവരെ, പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആ മനുഷ്യന്റെ മുന്നിൽ ആദ്യമായിട്ട് സ്വർഗം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാ. ആ സ്വർഗത്തിലേക്ക് അവൻ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി നോക്കുമ്പോ മലക്കുകൾ പറയുന്നു, എടാ വൃത്തികെട്ടവനെ, ഈ സ്വർഗവാടാ നീ കളഞ്ഞത്, ഈ സ്വർഗമാണ് നീ വലിച്ചെറിഞ്ഞത്, നിന്റെ വാസസ്ഥലം കാണുന്നുണ്ട്. അല്ലാഹുവേ, നരകമങ്ങ് കാണിച്ചു കൊടുക്കുകയാ. പടച്ച റബ്ബിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകം കണ്ടിട്ടാ അവന് ചാകുന്നത്, അവൻ നരകം കണ്ടിട്ടാ യാത്രയാകുന്നത്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അവിടെ അടയാളം പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നല്ല മരണത്തിന്റെ അടയാളമെന്ന് പറഞ്ഞു തരുവോ നബിയേ? നല്ല മരണത്തിന്റെ അടയാളം എന്തെന്നറിയുമോ? ഇനി മുതൽ മയ്യത്ത് കാണുന്ന സമയത്ത് നോക്കണം ചെറുപ്പക്കാരോ. എന്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട പെട്ടെന്ന് ആ മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ കാണുന്ന ചില അടയാളങ്ങളുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ആ മനുഷ്യന്റെ നെറ്റിത്തടമെന്ന് വിയർക്കുകയാണ്, മൂക്കിന്റെ ദ്വാരമെന്ന് വികസിക്കുകയാണ്. മുഖത്ത് വല്ലാത്ത പ്രകാശവാ, മുഖത്ത് വല്ലാത്ത പ്രകാശവാ, ചുണ്ടിലും പുഞ്ചിരിയാ. ഇതുപോലെ എത്രയോ ജനാസ കണ്ടിട്ടുണ്ട്. ചിലരുടെ മുഖത്ത് നോക്കിയാ കണ്ണെടുക്കാ തോന്നുന്നില്ലോ. പിന്നെയും ഇങ്ങനെ നോക്കുകയാണ്. കിടന്നുറങ്ങുന്ന മനുഷ്യനെ പോലെ, കിടന്നുറങ്ങുന്ന മനുഷ്യനെ പോലെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹ്, അവരുടെ മുഖത്ത് വല്ലാത്ത പ്രകാശവാ. കാരണമെന്തെന്നറിയുവോ? കാരണമെന്തെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെയാണ് മലക്കുകൾ കടന്നു വരുന്നത്? അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവരുടെ റൂഹ് പിടിക്കുന്നതിന് മലക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്? പടച്ചവരെ, വീടിന്റെ മുന്നിൽ വന്നിട്ട് പറയും, അസ്സലാമു അലൈക യാ വലിയല്ലാഹ്. വീടിന്റെ മുന്നിൽ വന്ന് സലാം പറയുകയാ. നിന്റെ കണ്ണിന്റെ മുന്നിൽ കടന്നു വന്നിട്ട് വെള്ള വസ്ത്രം ധരിച്ച് സുഗന്ധമടിക്കുന്ന രീതിയിൽ പുഞ്ചിരിക്കുന്ന മുഖത്തോട് അതാ മലക്കുൽ മൗത്ത് അനുയായികളും കടന്നു വന്നിട്ട് അവിടെ നിന്ന് നിന്റെ മുന്നിൽ സലാം പറയുകയാണ്. അല്ലാഹുവിന്റെ കരുണ ലഭിച്ചവന്, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലാഹു നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. പടച്ചവനെ മലക്കുകൾ വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാ, ആ മനുഷ്യന്റെ റൂഹങ്ങ് പിടിക്കാൻ തുടങ്ങുകയാണ്. ആ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ തുടങ്ങുകയാ. വേദന സഹിക്കാൻ കഴിയാതെ കടന്നു പിടയുമ്പോ ചുറ്റുഭാഗം മുഴുവനും മലക്കുകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അവര് സ്വാഗതം പറയുകയാണ്, അവര് സ്വാഗതം പറയുകയാ. أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. മരണസമയത്ത് ചുറ്റുഭാഗത്ത് മലക്കുകൾ നിന്നിട്ട് അവിടെ നിന്ന് സ്വാഗതം പറയുകയാ. എന്തിനാ കരയുന്നത്? എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിളിച്ചു പോകുന്നത്? നോക്ക്, കണ്ടോ മലക്കുകളെ നിരന്ന് നിൽക്കുന്നത് കണ്ടോ? നിങ്ങളെ കൊണ്ടുപോകാനാ, നിങ്ങളുടെ റൂഹിനെ സ്വീകരിക്കാനാ. അതുകൊണ്ട് കരയില്ലേ,
മലക്കുകൾ സ്വാഗതം പറഞ്ഞു കൊടുക്കുകയാണ്. പടച്ചവനെ അവസാനം ആ മനുഷ്യന്റെ അവയവങ്ങളുണ്ടല്ലോ, ഒരു കാല് മറ്റൊരു കാലിനോട് സലാം പറയുകയാ. ഇനി ഖിയാമത്ത് നാളിൽ കാണാം പടച്ചവനെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ പരസ്പരം സലാം പറയുകയാ. അവിടെ റൂഹ് പിടിച്ച് പടച്ചവരെ തൊണ്ണുകുഴിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ മലക്കുകളെ നരകം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. പടച്ചുറപ്പിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാ. എന്നിട്ട് ആ മനുഷ്യരോട് പറയുന്ന മനുഷ്യ, ഈ നരകത്തിൽ നിന്നാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്, ഈ നരകത്തിൽ നിന്നാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. നിങ്ങളുടെ വാസസ്ഥലം കാണണ്ടേ? വാബുശിറൂ ബിൽ ജന്നാ. മരണസമയത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗമെന്ന് കാണിച്ചു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മരണം അല്ലാഹു കൊടുത്തു വിടുന്ന സമ്മാനവാ. എന്റെ പ്രിയമുള്ളവരെ, മരണത്തിന് ഓരോ പദവിയുണ്ട്. അല്ലാഹു അമലുകൾക്കനുസരിച്ചിട്ട് മരണം മനോഹരമാക്കുകയാണ്. ഒന്നാമത്തെ മരണം എന്തെന്നറിയുവോ? ഒന്നാമത്തെ മരണം എന്തെന്നറിയുവോ? അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് നിന്ന് പറഞ്ഞു കൊടുക്കണമെന്നാണ് ഈ ദിക്ർ. ഏതെങ്കിലും ഒരു മനുഷ്യർ അവന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ അവൻ സ്വർഗ്ഗവാസിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരിക്കുമ്പോഴും വിവിഐപി ആയിട്ട് മരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മരണം വിവിഐപി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാമോ? ചില ആൾക്കാർ മരിക്കുന്ന സമയം അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരും പറഞ്ഞു കൊടുക്കണ്ട, സ്വമേധയാ ഓർമ്മയോടുകൂടി പറഞ്ഞിട്ട് ചിലര് മരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ മരിക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ടാമത്തെ വിഭാഗം എങ്ങനെ മരിക്കണം? രണ്ടാമത്തെ വിഭാഗം ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഒന്നാമത്തെ വിഭാഗം ആരും പറഞ്ഞു കൊടുക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കും. രണ്ടാമത്തെ വിഭാഗം അവരുടെ റൂഹ് പിടിക്കുന്ന മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കും. അസ്റായീൽ പറഞ്ഞു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ വിഭാഗത്തിന് റൂഹ് പിടിക്കാമെന്ന മലക്ക് തന്നെ പറഞ്ഞു കൊടുക്കും ഷഹാദത്ത് കലിമ. അത് കേട്ട് പറഞ്ഞിട്ട് ചിലർ മരിക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മൂന്നാമത്തെ വിഭാഗം ഇത്തിരി കൂടെ വിവിഐപികളാണ്. മൂന്നാമത്തെ വിഭാഗമാരാ? അവർ ഈ റൂഹ് പിടിക്കാമെന്ന മലക്കുണ്ടല്ലോ, ആ മലക്കിന്റെ നെറ്റിത്തടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്റായീൽ അലൈഹിസ്സലാമിന്റെ നെറ്റിത്തടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് വായിച്ചിട്ട് മരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. നാലാമത്തെ വിഭാഗം ആരെങ്കിലും അടുത്ത് നിന്നിട്ട് പറഞ്ഞു കൊടുക്കും, അത് കേട്ട് പറഞ്ഞിട്ട് മരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഈ നാല് കൂട്ടത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഒന്നി നീ സ്വന്തം പറയണം, അല്ലെങ്കിൽ അസ്റായീൽ പറയുന്നത് കേട്ടിട്ട് പറയണം, അല്ലെങ്കിൽ അസ്റായീലിന്റെ മുഖത്ത് നോക്കി വായിച്ചിട്ട് മരിക്കണം, അല്ലെങ്കിൽ നിന്റെ അടുത്ത് നിൽക്കുന്നവർ പറഞ്ഞു തരുന്നത് കേട്ടിട്ടെങ്കിലും പറയണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ നാല് വിഭാഗം ഏതാണെന്ന് എനിക്ക് ഇന്ന് നാളെയും പറയാനുള്ളത്. ഈ നാല് വിഭാഗം ആരാ ഇന്ന് നാളെയും പറഞ്ഞിട്ട് നമുക്ക് സന്തോഷത്തോടെ ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിർത്താറായോ? 11 മണിയായി. 11 നിർത്താറായോ? ബോറടിച്ചോ? ബോറടിച്ചു കഴിഞ്ഞാൽ നിർത്തണം. കാരണം എന്താ? നിസ്കരിക്കുന്ന സമയത്ത് പോലും ഉസ്താദന്മാര് വലിയ സൂറത്ത് ഓതാൻ പാടില്ല. നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കത്തില്ല, ഇയാൾക്ക് എന്തോടെ എന്നും ഖുൽ ഹുവല്ലാഹ് മാത്രമേ ഉള്ളൂ അല്ലേ? ഉസ്താദിന് വലിയ സൂറത്ത് ഓതാൻ അറിയാഞ്ഞിട്ടല്ല, ഓതാൻ അറിയാം. നിസ്കരിക്കുന്ന സമയത്ത് ഉസ്താദന്മാര് ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കണം. കാരണം എന്തേ? ഉസ്താദിന്റെ പുറകിൽ രോഗികൾ നിൽക്കുന്നുണ്ട്, രോഗം പിടിച്ചവരുണ്ട്, പ്രായമുള്ളവരുണ്ട്, പല അത്യാവശ്യത്തിന് പോകേണ്ടവർ നിസ്കരിക്കാൻ വേണ്ടി ചാടി കയറിയത്. അപ്പൊ ഉസ്താദ് ബക്കറ ഓതിക്കൊണ്ടിരുന്ന പുറകെ നിൽക്കുന്നവരെന്തോ പറയും, പണ്ടാരോടങ്ങാൻ കയറി നിർത്തുന്നില്ലല്ലോ അല്ലേ? എന്റെ പ്രിയമുള്ളവരെ, നിസ്കരിക്കുന്ന സമയത്ത് പോലും തന്റെ പുറകിൽ നിൽക്കുന്നവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ.
അപ്പൊ പിന്നെ വഅദ് കേൾക്കാൻ വന്നവരെ ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ? ഇല്ല. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു അരമണിക്കൂറും കൂടി ഇരിക്കൂലേ? അരമണിക്കൂറും കൂടെ ഉറക്കപ്പറ ഇരുന്നൂടെ? കൈവക്കി. പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കി പോണം. ഇന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ ചാടി പൊക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. വേണ്ടപ്പ ബക്കറ്റ് പിരിവുണ്ടല്ലോ അല്ലേ? വേണ്ട, അവസാനം എടുത്താൽ മതി. കാരണം ഇടയിലെടുത്താൽ എഴുന്നേറ്റ് ഓടും. അതിനൊരു ഭാഗമുണ്ട് ബക്കറ്റ് എടുക്കുമ്പോൾ പോകാൻ. വണ്ടിക്കാ